ലക്ഷ്യം നേടുന്നവരെ യുദ്ധം തുടരുമെന്ന് ഇറാന്റെ പ്രഖ്യാപനം. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 5 ദിവസത്തേക്ക് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. അങ്ങനെ യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം ആ പ്രയോഗങ്ങളെല്ലാം എത്തിച്ചിരിക്കുന്നത്. ലോകാടിസ്ഥാനത്തിൽ അത് വലിയ രീതിയിൽ സ്വീകാര്യത ഉള്ള ഒരു പ്രയോഗമായിട്ട് തന്നെ അംഗീകരിക്കപ്പെടുകയും ഡോളറിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി, ഇടിച്ചിലുണ്ടാവുകയും ചെയ്തു. $95 അത് ഇടിഞ്ഞു. 105ഓളം ഡോളറായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന വില. എന്നാൽ ഇറാന്റെ പ്രതികരണം ലക്ഷ്യം നേടുന്നവരെ യുദ്ധം തുടരുമെന്ന് പറഞ്ഞതോടുകൂടി പെട്രോളിയത്തിൻ്റെ വിലക്ക് വർധനവുണ്ടായി. 101.7 ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ സംഭവങ്ങൾ, എന്തൊക്കെയാണ് ലോകത്തിന് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് അമേരിക്ക എന്ന് പഠിക്കാത്ത രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ ആക്രമണത്തിന് മുൻപിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ഇറാഖ് അടക്കം. ഇറാഖ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്നു. ഇറാനും റഷ്യയും എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഇറാഖും അമേരിക്കയും. പക്ഷേ കുവൈത്തുമായിട്ട് വിഷയം ഉണ്ടായ സമയത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ജോർജ് ബുഷ് ആരെ സഹായിക്കണം എന്ന കാര്യത്തിൽ ചില ചർച്ചകൾ നടത്തി രഹസ്യമായ രീതിയിൽ. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ചർച്ച. ഇറാഖ് നമ്മുടെ സഖ്യകക്ഷിയാണ്, കുവൈറ്റും നമ്മുടെ സഖ്യകക്ഷിയാണ്, നമ്മൾ ആരെ സഹായിക്കണം, അതാണ് എൻ്റെ വിഷയം. അതോടനുബന്ധിച്ച് തന്നെ കുവൈത്തിലെ അമീർ സൗദി അറേബ്യയിൽ അഭയം തേടുകയും സൗദി അറേബ്യയും കുവൈറ്റും സംയുക്തമായ രീതിയിൽ അമേരിക്കയോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്ത ആ സാഹചര്യം, അതായത് ഇറാഖിൻ്റെ സൈന്യം കുവൈറ്റ് പിടിച്ചെടുക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പറയപ്പെട്ടത്. ജോർജ് ബുഷ് ചില തീരുമാനത്തിലെത്തി. അത് ചർച്ചയോടനുബന്ധിച്ച് എത്തിയ തീരുമാനമാണ്. അഥവാ നമ്മളിപ്പോൾ ഇറാഖിനെ സഹായിച്ചു കഴിഞ്ഞാൽ കുവൈറ്റിൻ്റെ ഭൂപ്രദേശം അല്ലെങ്കിൽ കുവൈത്ത് എന്ന് പറയുന്ന രാജ്യം ഇറാഖിൻ്റെ കൈവശത്തിലാവും. അവിടെ ആ സമയത്ത് തന്നെ കുവൈറ്റ് പ്രവിശ്യ ഗവർണറായിട്ട് ഫലസ്തീൻ്റെ നേതാവ് യാസർ അറഫാത്തിനെ സദ്ദാം ഹുസൈൻ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അത് ഇറാഖിൻ്റെ ഭാഗമായി എന്ന് ചുരുക്കം. സാമ്പത്തിക രംഗത്ത് വലിയ അഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധ്യമായിരുന്ന ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ അതിനനുസരിച്ച് ഉപയോഗിക്കപ്പെടാത്ത ഭരണാധികാരിയാണ് സദ്ദാം ഹുസൈൻ. കാര്യം എന്ന് പറയാൻ സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉള്ള രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. പക്ഷേ അതൊരു ഈ ദരിദ്ര രാജ്യം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഏറെക്കുറെ ദരിദ്ര മേഖലയിലാണ് അത് നിലനിൽക്കുന്നത്. പിന്നീട് ഇറാഖിനെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അറേബ്യൻ മേഖലയിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം അവിടെ ഒരു സർവാധിപതിയായിരിക്കുന്ന സദ്ദാം ഹുസൈൻ്റെ ഭരണം ഉണ്ടാകുന്നു. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നേരിട്ടും അല്ലാതെയും ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കുന്ന രീതിയായിട്ട് മാറും. നേരെ തിരിച്ച് നമ്മൾ കുവൈത്തിനാണ് സഹായിക്കുന്നതെങ്കിലോ ഇറാഖിനെ പരാജയപ്പെടുത്താം. ഇറാഖ് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുള്ള രാജ്യമാണ്. ഈ മേഖലയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ ആധിപത്യം ഉണ്ടാവും. ഇവിടെ മാത്രമല്ല, ഇറാഖിൻ്റെ ഭരണം നമ്മുടെ കൈവശത്തിലേക്ക് വരും. നമ്മൾ പറയുന്ന രീതിയിൽ ഭരണ സംവിധാനം ഉണ്ടാവും. മാത്രമല്ല അറേബ്യൻ മേഖലയൊക്കെ നമ്മുടെ കീഴ്പ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ വരും. കാരണം ഞങ്ങൾ ഉണ്ടെങ്കിലേ സഹായിക്കാൻ വേണ്ടി പറ്റൂ. വരാൻ പോകുന്ന ഒരു 100 വർഷത്തേക്കൊക്കെ ഏറ്റവും വലിയ ഗുണപരമായി ഭവിക്കുക കുവൈത്തിനെ സഹായിച്ചാലാണ്, അഥവാ ഇറാഖിനെ പരാജയപ്പെടുത്തിയാലാണ്. ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ സൈക്കോളജി കൃത്യമായി പഠിച്ച രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ ഒരു പ്രസ്താവന ഇതിനോടനുബന്ധിച്ച് ട്രംപ് നടത്തിയത് ശ്രദ്ധിക്കപ്പെട്ടതാണ്. ട്രംപ് നടത്തിയത് എന്താണെന്ന് പറഞ്ഞാൽ, ഊർജ്ജ കേന്ദ്രത്തിന് നേരെ ഇനി ആക്രമണമില്ല, അത് അവസാനിച്ചു. പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട റിഫൈനറി പോലെയുള്ള സംവിധാനത്തിന് നേരെ ആക്രമണമില്ല, അത് അവസാനിച്ചു. അങ്ങനെ 5 ദിവസം അങ്ങോട്ട് പോകും. ഇത് പറഞ്ഞ് വല്ലാതെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ഇറാൻ്റെ ഊർജ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തി. അപ്പോൾ പിന്നെ ട്രംപ് പറയുന്നത് ഒരു റൂട്ടിലൂടെ ഇസ്രായേൽ പോകില്ല, അതല്ലെങ്കിൽ ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് പോകുന്നത് എന്നും കൂടി പറയാൻ വേണ്ടി പറ്റും. ആ തരത്തിലാണ്. അതായത് ട്രംപിൻ്റെ വാക്കുകളൊന്നും ഇറാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആ ആക്രമണം നടന്നതോടുകൂടി പിന്നീട് അവരുടെ സൈനിക മേഖല യുദ്ധം ആരംഭിച്ചു. യുദ്ധം എന്ന് വെച്ചാൽ ആക്രമണം ആരംഭിച്ചു. അവരുടെ പ്രത്യേകമായിരിക്കുന്ന രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് മിസൈലിൻ്റെ പെരുമയ ഇസ്രായേലിലേക്ക് പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.
വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇസ്രായേലിൻ്റെ താല്പര്യം അനുസരിച്ച് കരാർ ഉണ്ടാക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് അത് ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ അഭിപ്രായം. അതായത് അമേരിക്ക ഒരു കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കും. എന്താ താല്പര്യം? നമുക്കത് നോക്കാം. താല്പര്യം എന്ന് പറഞ്ഞാൽ ഹോർമസ് കടലിൻ്റെ നിയന്ത്രണം അമേരിക്കയും ഇറാനും സംയുക്തമായ രീതിയിൽ, കംനായും താനും സംയുക്തമായ രീതിയിൽ നടത്തും. അതാണ് ഒന്ന്, നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത് 5 വർഷത്തെ ആ വർഷം വരെ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്ന സംവിധാനം, അതാണ് ഇവർക്ക് ഏറ്റവും വലിയ തലവേദന. അതുണ്ടാക്കുകയില്ല. യുറേനിയം സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാഠിന്യം തോത് കുറക്കുന്നതാണ്. പിന്നീട് അവരുടെ പരമാധികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയില്ല. ഇങ്ങനെ ഈ കടുത്ത രീതിയിലുള്ള മുൻപ് പറയപ്പെട്ടതിൻ്റെ ആവർത്തനം, അതിൽ ഒന്നുകൂടി കൂടി, ഹോർമസ് കടലും കൂടി, അതൊരിക്കലും ഇറാൻ അംഗീകരിക്കില്ല എന്ന് ഉറപ്പ്. ഞങ്ങൾ ആയിട്ട് ആരും ചർച്ച നടത്തിയിട്ടില്ല. ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അമേരിക്ക ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പിന്നെന്തിനാണിത് പറയുന്നത് എന്ന് ഇറാൻ ചോദിക്കും. മാത്രമല്ല, ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രസ്താവന, ഇറാൻ്റെ സൈനിക കമാൻഡർ അബ്ദുള്ളാഹി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യുദ്ധം തീരാൻ വേണ്ടി ട്രംപ് ഞങ്ങളോട് കെഞ്ചി നടക്കുകയാണ്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം തീരാൻ ഞങ്ങളുടെ ശക്തി, സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അത് എത്രത്തോളം ഉണ്ട് എന്ന് അമേരിക്കയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മനസ്സിലാകാൻ വരുന്നതേ ഉള്ളൂ. ഇസ്രായേലിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അമേരിക്കയുടെ നിർദ്ദേശം ഇറാന് പാലിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഇതിനോടനുബന്ധിച്ച് തന്നെ ചില മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. അതിന് ഫ്രാൻസ്, തുർക്കി അതിന് മേൽനോട്ടം വഹിക്കുന്നു. റഷ്യയും ഇതിന് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സംഭവം നടക്കുന്നത്, ചർച്ചാ സംബന്ധമായിരിക്കുന്ന സംഭവം പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ കാണുന്നത്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഷഹാബ് ഷെരീഫും അതോടൊപ്പം തന്നെ അവിടുത്തെ സൈന്യ കമാൻഡറായിരിക്കുന്ന അസീം മുനീറും സംയുക്തമായ രീതിയിൽ വ്യത്യസ്തമായ തരത്തിൽ ഇവരുമായിട്ട് സംസാരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പാകിസ്ഥാൻ എല്ലാ കാലത്തും അമേരിക്കയുമായിട്ട് വലിയ രീതിയിൽ സുഹൃത്ത് ബന്ധമാണ്, നയതന്ത്ര ബന്ധമാണ്. അമേരിക്കയുടെ നയത്തോടൊപ്പം എപ്പോഴും ചേർന്ന് നിൽക്കുന്നതാണ്. അവർ ആണവായുധ പരീക്ഷണം നടത്തിയ സമയത്ത് പോലും വലിയ പരാതിയൊന്നുമില്ലായിരുന്നു. ഇന്ത്യ ആണവായുധ പരീക്ഷണം നടത്തിയ സമയത്താണ് അമേരിക്കയ്ക്ക് പരാതി ഉണ്ടായത്. അപ്പോൾ ഇത് രണ്ടും അവർക്ക് പരാതി ഉണ്ടാവുന്നു, പരാതിയില്ല, ഇവിടെ പരാതി ഉണ്ട്. രണ്ടും കൂടി ശരിയല്ലല്ലോ. അങ്ങനെ ഉപരോധം കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ ഉപരോധം അമേരിക്ക പിൻവലിക്കുകയും ചെയ്തു, ഗതിയില്ലാത്ത രീതിയിൽ. അതായത് പാകിസ്ഥാൻ്റെ ഉപരോധം പിൻവലിക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് പ്രശ്നമില്ലാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഉപരോധം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു അമേരിക്കയുടെ താല്പര്യം. അത് പിന്നൊന്നും നടന്നിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളിതിൽ ഇടപെട്ടുകൊണ്ട് ഇതൊരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാനുമായിട്ട് നേരിട്ട് ഇടപെടാൻ വലിയ പ്രയാസമുണ്ട്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിൻ്റെ സർവ്വമേഖല ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും അവരുടെ എണ്ണ ഫാക്ടറി കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെങ്ങനെ മധ്യസ്ഥക്ക് പോകുക എന്നുള്ളതാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കിക്ക് പരിഭവമുണ്ട്. കാരണം 2 പ്രാവശ്യം ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. തുർക്കിക്കകത്ത് അമേരിക്കയുടെ സൈനിക ബേസ് ഉണ്ട്. അതിനെ കേന്ദ്രീകരിച്ച് 2 പ്രാവശ്യം ആക്രമിച്ചതിൽ തുർക്കിയെ പരിഭവമുണ്ട്. എന്നാൽ ഈ പ്രശ്നം തീർന്നിട്ടില്ലേ തുർക്കിയെ സാരമായിട്ട് ഭാവിയിൽ ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ തയ്യാറാണെന്നാണ് തുർക്കി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഫ്രാൻസ് ആണ് പിന്നെ ഒന്നുള്ളത്. പിന്നെ പിന്തുണ റഷ്യയുണ്ട്. അപ്പോൾ റഷ്യ ഏത് തരത്തിലാണ്? കാരണം എന്ന് പറഞ്ഞാൽ ഇറാൻ എല്ലാ തരത്തിലും സഹായിക്കുന്ന രാജ്യമാണ് റഷ്യ. ഇപ്പോൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. നല്ലൊരു അഭിപ്രായമാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. കാര്യം എന്ന് പറയാൻ വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നത് എന്നാണ് അനുമാനം. പക്ഷേ ഇദ്ദേഹത്തിന് പിന്തുണയുണ്ട്. അപ്പോൾ ഈ തരത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതി അവസ്ഥ കാര്യങ്ങളൊക്കെ പോകുന്നത്. അത് ലക്ഷ്യം കാണുന്നവരെന്ന് പറഞ്ഞാൽ അമേരിക്ക പറയുന്ന സമയത്ത് 5 ദിവസം മിണ്ടാതിരുന്നാൽ അത്രയും ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ ഇറാന് നേരെ നടത്തും. അവരെ സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടത്തും. അതിന് എന്ത് ചെയ്യണം? ഈ യുദ്ധം അവസാനിക്കാൻ പാടില്ല. സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു യുദ്ധവിരാമമല്ലാതെ ഒരു വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട 5 ദിവസം 10 ദിവസം അങ്ങനത്തെ ഒരു കച്ചവടമില്ല. ഞങ്ങളുടെ നിലപാടുകൾ പറയും. എന്താ നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. രണ്ടാമത്തത് നഷ്ടപരിഹാരമാണ്. ഇറാൻ ആക്രമിച്ചിട്ടില്ല ഒരു രാജ്യത്തെയും. ചരിത്രത്തിൽ ഇന്ന് വരെ ഇറാൻ ആക്രമിച്ചിട്ടില്ല. പേർഷ്യൻ സാമ്രാജ്യത്തെ പരിശോധിച്ചാൽ ആക്രമിച്ചിട്ടില്ല. ഇറാൻ ഇറാഖും തമ്മിൽ 10 കൊല്ലം യുദ്ധം ഉണ്ടായിട്ടുണ്ട്.
ആക്രമിച്ചത് ഇറാനല്ല, ഇറാഖ് തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് ഇടിച്ചു കയറി തങ്ങളുമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയതാണ്. അത് 1980 പ്രത്യേകത എന്താ? 1979 ഇസ്ലാം വിപ്ലവം നടന്നിട്ട് അവിടെ ഭരണം അട്ടിമറിയുന്നത്. പുതിയ ഭരണ സംവിധാനം ആയത്തുള്ള അലി ഖൊമൈനിയുടെ നേതൃത്വത്തിൽ ഭരണ സംവിധാനം അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ സദ്ദാം ഹുസൈൻ ആക്രമിച്ചു. അപ്പോൾ ഒരു രാജ്യമായിട്ട് നിലനിൽക്കുകയും അതിൻ്റെ സംവിധാനത്തോടു കൂടി നീങ്ങാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പ് നടത്തുന്നതിനോടനുബന്ധിച്ച് ഒരു രാജ്യം ആക്രമിക്കുക, അത് സൈനികപരമായിട്ട് വലിയ ശക്തിയുള്ള രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായിട്ട് ശക്തിയുള്ള ആയി വരണം. അപ്പോൾ അതിനു മുൻപ് ആക്രമിച്ചത് വല്ലാത്ത രീതിയിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഇറാൻ അനുഭവിച്ചു. ആ ഇറാൻ അതിൽ നിന്ന് യുദ്ധത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് പഠിക്കുകയും ചെയ്തു, തിരിച്ചടിക്കുകയും ചെയ്തു. അപ്പോൾ യുദ്ധം എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാൻ സാധിച്ചു, അമേരിക്കയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാൻ സാധിച്ചു. കഴിഞ്ഞ ഒരു 100 വർഷത്തോളം അമേരിക്ക ഇടപെട്ട പ്രശ്നങ്ങൾ, അതിൽ അവർ നടത്തിയ യുദ്ധങ്ങൾ, അതിൽ ഏതൊക്കെ തരത്തിലാണ് അവർ തന്ത്രങ്ങൾ പ്രയോഗിച്ചത്, ഇസ്രായേൽ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നടത്തപ്പെട്ട യുദ്ധങ്ങൾ, ഇതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തിയതിന് ശേഷമുള്ള ഇറാൻ്റെ യുദ്ധമാണ് ഇപ്പോൾ അരങ്ങ് തകർക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിനും അമേരിക്കയ്ക്കും വല്ലാതൊന്നും സാധിക്കാത്തത്. നമ്മൾ ഈ പറയുന്ന സമയത്തും ഇസ്രായേലിന് ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം.